റോഡ് അപകട മരണം സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ചതിന് ആക്ട് സെക്രട്ടറി MM മുഹസിനെതിരെ കള്ളക്കേസെടുത്തെന്ന ആരോപണം. കേസെടുത്തത് കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്ന വകുപ്പ് ചുമത്തി. സാമൂഹ്യമാധ്യമത്തിലെ പോസ്റ്റ് തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മത്സര ഓട്ടത്താൽ മരണപ്പെട്ട വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട്. ആലപ്പുഴ മാവേലിക്കര യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം. ഓണക്കിറ്റ് വിതരണം ചെയ്തത് പ്രദേശത്തെ 32 കുടുംബങ്ങൾക്ക്. വിതരണോദ്ഘാടനം സുരേഷ് നന്ദനം നിർവഹിച്ചു. കോട്ടയം രാമപുരത്ത് റെക്സിൻ കടയ്ക്ക് തീപിടിച്ചു. തീപിടുത്തത്തിൽ കട പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കൊല്ലം അഞ്ചലിൽ ഓണസമൃദ്ധി കാർഷിക ചന്തയ്ക്ക് തുടക്കം. അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രത്തിലാണ് കാർഷിക ചന്ത പ്രവർത്തിക്കുന്നത്. കാർഷിക ചന്ത നടത്തുന്നത് കൃഷിഭവനും അഞ്ചൽ പഞ്ചായത്തും സംയുക്തമായി. തിരുവനന്തപുരം നെടുമങ്ങാട് പൊതുഗതാഗത സംവിധാനമില്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിന് മണ്ഡലം തല ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. നെടുമങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഒല്ലൂക്കര സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസും ഒല്ലൂക്കര സീഡ് സൊസൈറ്റിയും ചേർന്ന് ഓണക്കിറ്റ് വിതരണം ചെയ്തു. കിറ്റ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിരാ മോഹൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ഉദിനിക്കരയിൽ മുതിർന്നവർക്ക് ഓണക്കോടി നൽകി. ഓണക്കോടി നൽകിയത് 20ഓളം അച്ഛനമ്മമാർക്ക്. തുടർന്ന് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളെ ആദരിച്ചു. പരിപാടി വട്ടക്കുളം 14-ാം വാർഡ് മെമ്പർ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം. പ്രതിഷേധം ക്രിമിനൽ സ്വഭാവവും സ്വഭാവ ദൂഷ്യവുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പോലീസ് സേനയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട്. മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ധർണ സെപ്റ്റംബർ 14-ന് നടക്കുന്ന മലപ്പുറം SP ഓഫീസ് മാർച്ചിന്റെ പ്രചരണാർത്ഥം. പ്രതിഷേധം പോലീസിന്റെ ക്രിമിനൽ വൽക്കരണത്തിൽ പ്രതിഷേധിച്ച്. SIO മലപ്പുറം ജില്ലാ കമ്മിറ്റി മേഖലാ സമ്മേളനം സംഘടിപ്പിക്കാനൊരുങ്ങുന്നു. സമ്മേളനം SIO കേരള സംഘടിപ്പിക്കുന്ന ഹൻതലയുടെ വഴിയെ നടക്കുന്ന ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്ന ക്യാമ്പയിന്റെ ഭാഗമായി. പരിപാടി നാളെ പൊന്നാനിയിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് ബാർ അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ ജഡ്ജ് ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ പരിപാടികളും നടന്നു. കൊല്ലം പത്തനാപുരത്ത് ദമ്പതികൾ ജീവനൊടുക്കിയത് പട്ടാഴി വടക്കേക്കര സ്വദേശി രജികുമാറും ഭാര്യ ദിവ്യയും. സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്നെന്ന് നിഗമനം. പത്തനാപുരം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. 18 വർഷം പഴക്കമുള്ള അലയൻസ് നെറ്റ്വർക്കിന് ഇനി പുതിയ കെട്ടിടം കൊട്ടിയം NSS കോളേജിന് സമീപം. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. കൊട്ടിയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അലയൻസ് നെറ്റ്വർക്ക് കാലങ്ങളായി പ്രദേശത്ത് ഡിജിറ്റൽ ഇന്റർനെറ്റ് സേവനം നൽകി വരുന്നു. കൊല്ലം ശൂരനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി കാർഷിക ഓണ വിപണന മേള നടത്തി. ഓണച്ചന്തയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ പാപ്പച്ചൻ നിർവഹിച്ചു. വർക്കല വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ചെമ്മരുതി സ്വദേശി മുനീർ. അറസ്റ്റിലായ മുനീർ കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയെന്ന് പോലീസ്. ലാൻഡ് ട്രിബ്യൂണലുകളിൽ കെട്ടിക്കിടക്കുന്ന കുടിയാന്മയുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളിലും തീർപ്പുണ്ടാകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. എല്ലാ കേസുകളും ഒത്തുതീർപ്പാക്കുക സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകും മുൻപ്. മന്ത്രിയുടെ പ്രഖ്യാപനം വൈക്കം ചെമ്മനത്തുകര നടന്ന പട്ടയ വിതരണ പരിപാടി. ആലപ്പുഴ മുട്ടാറിലും മിത്രക്കരിയിലും കുടുംബശ്രീ ഓണം വിപണനമേളയ്ക്ക് തുടക്കം. വിപണനമേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വിറ്റഴിക്കുന്നത് കുടുംബശ്രീ ഗ്രൂപ്പുകളും സംരംഭകരും തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ. സർക്കാരിന്റേത് കർഷക വിരുദ്ധ നിലപാടെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ. സാധാരണ ജനതയ്ക്ക് സർക്കാർ സമ്മാനിക്കുന്നത് കണ്ണീരോണമാണെന്നും കുറ്റപ്പെടുത്തൽ. വിമർശനം കർഷക കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ. കാസർഗോഡ് തൃക്കരിപ്പൂർ ഇടയിലേക്കാട് കാവിലെ വാൻഡ്രക്ക് ഓണസദ്യ വിളമ്പാനൊരുങ്ങി വിദ്യാർത്ഥികൾ. പരിപാടി നവോദയ ഗ്രന്ഥാലയം ബാലവേദി സംഘടിപ്പിക്കുന്ന ഓണാഘോഷങ്ങളുടെ ഭാഗമായി. ഓണസദ്യയിൽ വിളമ്പുന്നത് 17 വിഭവങ്ങൾ. ഓണാഘോഷം സെപ്റ്റംബർ 16-ന്. തിരുവോണാഘോഷത്തിനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ദർശന സമയം 1 മണിക്കൂർ കൂട്ടി. ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഉത്രാടം കാഴ്ചക്കുല സമർപ്പണം, ഓണപ്പുടവ സമർപ്പണം, വിശേഷാൽ കാഴ്ച ശീവേലി ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വ്യത്യസ്തമായി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഓണം ആഘോഷിച്ചത് കൃപാസദൻ വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കൊപ്പം. പരിപാടിക്ക് നേതൃത്വം നൽകിയത് NSS യൂണിറ്റും സൗഹൃദ ക്ലബ്ബും സംയുക്തമായി.
സൈക്കിളിൽ കേരളത്തിലുടനീളം യാത്ര ചെയ്ത് സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയായി വിദ്യാർത്ഥി. മാതൃകയായത് പാലക്കാട് പെരിങ്ങോട്ടുകുറിശി സ്വദേശി അഖിലിനെ ആദരിച്ച് പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. മലപ്പുറം പൊന്നാനിയിൽ സപ്ലൈകോ ഓണം ഫെയർ ആരംഭിച്ചു. പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മേളയിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 5% മുതൽ വിലക്കുറവും വിവിധ ഉൽപ്പന്നങ്ങളുടെ കോംബോ ഓഫറും. മലപ്പുറം BM തൂക്കുപാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പാലം യാഥാർത്ഥ്യമായത് നഗരസഭയുടെ അടിയന്തര ഇടപെടലിനെ തുടർന്ന്.